അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത്തി ലത്തി യദ്രിക്നി യാ റസൂലല്ലാഹി ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ രാത്രി വലിയ ഒരു ദുഃഖം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മഹാനായ ഷെയ്ഖുൽ ജാമിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിലെ വിനീതൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഫൈസി പണ്ഡിതന്മാരുടെ ഉസ്താദുമായ ആലിക്കുട്ടി ഉസ്താദിൻ്റെ വിയോഗം ഉണ്ടായൊരു ദിവസത്തിലാണ് നാമുള്ളത്. ഈ ഒരു സമയത്ത് ഉസ്താദിനു വേണ്ടി ഉസ്താദിൻ്റെ ആ നന്മകളെ ഓർക്കുകയും നല്ല ആളുകളുടെ നന്മകളിങ്ങനെ പറയൽ അവരുടെ ബർസഖിയായ ലോകത്ത് അവർക്ക് നന്മ കിട്ടുമെന്നുള്ള വിശ്വാസത്തോടെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു അറബി കവിയുടെ വാചകം ഇങ്ങനെയാണ്: യമൂതു അഹ്ലുൽ ഇൽമി വൽ ഇൽമു ബാഖിൻ വയബ്ഖാ ദിക്റുഹും മാ ബഖിയ ദഹ്റു. യമൂതു അഹ്ലുൽ ഇൽമി, പണ്ഡിതന്മാർ, അറിവുള്ള ആളുകൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ വൽ ഇൽമു ബാഖിൻ, അവരുടെ അറിവ് അവിടെ ഉണ്ട്. മാത്രമല്ല, അവരുടെ സ്മരണ, വയബ്ഖാ ദിക്റുഹും, അവരുടെ സ്മരണ ഇങ്ങനെ ശേഷിക്കുകയാണ്. മാ ബഖിയ ദഹ്റു, കാലങ്ങൾ ശേഷിക്കുന്ന കാലത്തോളം. കാരണം ഒരു പണ്ഡിതൻ്റെ മരണം സംഭവിക്കുമ്പോൾ ആ പണ്ഡിതൻ്റെ മരണത്തിൽ പണ്ഡിതന് അദ്ദേഹത്തിൻ്റെ ആത്മീയ ലോകത്ത്, ബർസഖിയായ ലോകത്ത് വിഷമങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ വാനലോകത്തുള്ള മലക്കുകൾ, സമുദ്രത്തിൻ്റെ ആഴികളിലൂടെ സഞ്ചരിക്കുന്ന മീനുകൾ, അവരൊക്കെ പണ്ഡിതന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, അൽ ഉലമാഉ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാർ എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. യുഹിബ്ബുഹും അഹ്ലുസ് സമാ, ആകാശത്തുള്ള മലക്കുകളൊക്കെ അവരിഷ്ടപ്പെടുന്നു. വയസ്തഗ്ഫിറു ലഹുമുൽ ഹീതാനു ഫിൽ ബഹരി, അവരുടെ സമുദ്രത്തിലുള്ള മീനുകൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തോടുന്നു. ഇദാ മാതു, അവർ മരണപ്പെട്ടാൽ, ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ. ഈ ഒരു പ്രക്രിയ ഭൂമിയിലോ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഓർമ്മകൾ നമുക്ക് പറയേണ്ടതും ഓർക്കേണ്ടതും തന്നെയാണ്. ആലിക്കുട്ടി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ വളരെ വിനയത്തിൻ്റെ ഒരു പ്രകൃതമായിരുന്നു ഉസ്താദ്. ഒരു കുട്ടികളുടെ മനസ്സ് എങ്ങനെയാണോ അത്ര നിഷ്കളങ്ക മനസ്സ്. ഒരാളോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ഉസ്താദിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല.
ആ മുഖത്ത് എപ്പോഴും ഒരു പ്രസരിപ്പായിരിക്കും, ആ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരിയായിരിക്കും. ചിലപ്പോൾ ഗൗരവമുള്ള പ്രശ്നങ്ങൾ, സംഘടനാ വിഷയങ്ങളാവട്ടെ മറ്റു വിഷയങ്ങളാവട്ടെ, സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ മഹല്ലുകളുമായിട്ട് ബന്ധപ്പെട്ടോ ഉള്ള വിഷയങ്ങളോ ചർച്ചകളിലോ ഒക്കെ ഏർപ്പെട്ട് ഉസ്താദ് വരികയാണെങ്കിൽ പോലും കുട്ടികളെ മുമ്പിലെത്തുമ്പോൾ, വിദ്യാർത്ഥികളെ മുമ്പിലെത്തുമ്പോൾ, മുതഅല്ലിമീങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ദർസുകളിലെത്തുമ്പോൾ, കിതാബ് മുന്നിൽ കാണുമ്പോൾ ഉസ്താദിൻ്റെ ആ ഒരു പുഞ്ചിരി അങ്ങനെയാണ്. ഞാനുൾപ്പെടെയുള്ള ആ ബാച്ചിന് 2 വർഷം സ്വഹീഹുൽ മുസ്ലിമാണ് ഉസ്താദ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അന്ന് ഉസ്താദ് വലിയ തിരക്കുള്ള ഒരു സമയമാണ്. സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടില്ലെങ്കിലും സമസ്തയുടെ സജീവമായ സാന്നിധ്യം അപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല സെൻട്രൽ ഹജ്ജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ കൂടിയായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഉസ്താദിൻ്റെ ആ ക്ലാസ് വളരെ പ്രധാനമാണ്. സ്വഹീഹ് മുസ്ലിമിൻ്റെ ആ ഒരു ശൈലി എന്ന് തന്നെ ഹദീസിൻ്റെ വിശദീകരണം, ഹദീസ് ഷറഹ് മുസ്ലിം അടക്കമാണ് നമുക്ക് ആ ഒരു രീതിയിലേക്കാണല്ലോ നമ്മൾ സ്വഹീഹ് മുസ്ലിം അധികവും ഓതാറുള്ളത്. അപ്പോൾ അത് ഉസ്താദ് ആ ഹദീസ് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഷറഹ് മുസ്ലിമിൻ്റെ ഒരു മൊത്തത്തിലുള്ള ആശയം അവിടെ ഉസ്താദിൻ്റെ അവതരണത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഫിഖ് വരും, ഹദീസ് വരും, തഫ്സീർ വരും, താരീഖ് വരും, എല്ലാം വരും. എല്ലാം ഉൾപ്പെടെ ലോക അന്താരാഷ്ട്ര വിവരങ്ങൾ വരെ അവിടങ്ങളിൽ ആ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ ഉസ്താദ് അവതരിപ്പിക്കും. ഒപ്പം ചില കവിതകളും വരും, ചില തമാശകളും വരും, ചില പഴയകാല അനുഭവങ്ങളും വരും. ഉസ്താദിൻ്റെ പഠനകാലത്തും മറ്റുമൊക്കെ ഉണ്ടായ ചില അനുഭവങ്ങളുമൊക്കെ വരും. ഇങ്ങനെ കുട്ടികൾക്ക് കിതാബുകൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതേത് ഉസ്താദിന് ഏത് വിഷയമാണെങ്കിലും അത് ചിലപ്പോൾ ചില ബാച്ചിൽ തുഹ്ഫയായിരിക്കും, ചിലപ്പോൾ ബുഖാരി ആയിരിക്കും, ചിലപ്പോൾ മറ്റു ഏത് കിതാബാവട്ടെ. അവിടങ്ങളിലൊക്കെ കുട്ടികളുടെ ആ ഒരു താല്പര്യവും കുട്ടികളുടെ ആ ഒരു മനസ്സും എല്ലാം വായിച്ചു കൊണ്ടുള്ള ഒരു പഠന രീതിയാണ്, അല്ലെങ്കിൽ അധ്യാപന രീതിയാണ് ഉസ്താദ് സ്വീകരിക്കാറുള്ളത്. അല്ലാഹു തആല ഉസ്താദിന് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. ആണ് എന്നാലും ഉസ്താദിൻ്റെ ആ ഒരു വ്യക്തിജീവിതം, അവിടുത്തെ ഡ്രസ്സ് ഒക്കെ നമുക്ക് മാതൃകാപരമാണ്. നല്ല രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നു. എന്നാൽ പള്ളിയിലെത്തിയാലോ 1 മിനിറ്റ് അവിടെ വെറുതെ ഇരിക്കൂല ഉസ്താദ്. ഖുർആൻ എടുത്ത് ഓതി എവിടെ ഓതി അത് നിർത്തിയത് അവിടെ ഉസ്താദിൻ്റെ പോക്കറ്റിൽ തന്നെ ചെറിയ ഒരു ഡയറി പോലെ എന്തെങ്കിലും ഉണ്ടാവും, അതിലെഴുതി വെക്കും. ഇങ്ങനെ ഒരു രീതിയാണ് ഉസ്താദിൻ്റെ. ആ ഒരു അങ്ങനെ അപൂർവ ആളുകൾ. എന്നാൽ പ്രഭാഷണത്തിനോ അതും മാതൃകാപരമാണ്. ഉസ്താദിൻ്റെ പ്രഭാഷണം വളരെയേറെ നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്നതാണ്. എഴുത്തോ അതും അങ്ങനെ തന്നെയാണ്, എഴുതാനും കഴിയും. കാരണം സുന്നി അഫ്കാറിൻ്റെയും അൽ മുഅല്ലിമിൻ്റെയും ഒക്കെ എഡിറ്ററായിരുന്നല്ലോ ഉസ്താദ്. അതുപോലെ ഉസ്താദിൻ്റെ സംഘാടനം അതും വളരെ പ്രധാനമാണ്. SYSൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴും, അതുപോലെ സമസ്തയുടെ മറ്റു കീഴ്ഘടകങ്ങളുടെ നേതൃപദവിയിലിരിക്കുമ്പോഴൊക്കെ സംഘാടകരോടും ഈ ഒരു രീതി തന്നെയാണ് ഉസ്താദിൻ്റെ പെരുമാറ്റം ഉണ്ടാവുക. അതുപോലെ കുട്ടികളുടെ കഴിവുകളെ അറിഞ്ഞ് അത് പുറത്തു കൊണ്ടുവരാനുള്ള കഴിവ്, പ്രത്യേകിച്ച് ഭാഷാപരമായി കുട്ടികളെ ഭാഷയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ, ഇംഗ്ലീഷ്, ഉറുദു
ഭാഷകൾ കുട്ടികൾക്ക് പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ള രീതിയിലേക്ക് ഉസ്താദ് വലിയ പ്രോത്സാഹനം നൽകാറുണ്ട്. മാത്രമല്ല ചിലപ്പോഴൊക്കെ ചില ക്ലാസ്സുകൾ ഇങ്ങനെ ഇപ്പോൾ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, എയർപോർട്ട്, പാസ്പോർട്ട്, അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ അറബിയും ഇംഗ്ലീഷും ഒക്കെ കുട്ടികൾക്ക് ഇങ്ങനെ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. എന്നാൽ സൂഫി സാഹിത്യ, സൂഫി കിതാബുകൾ വളരെ ഇഷ്ടമാണ്. ഹിക്കം, ഷറഹുൽ ഹിക്കം കുട്ടികളോട് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ജാമിയ കാലത്ത് ഓർക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യക്തിജീവിതവും പൊതുജീവിതവും അധ്യാപന ജീവിതവും കുടുംബജീവിതവും എല്ലാം ഉസ്താദിൻ്റേത് മാതൃകാപരമായിരുന്നു. തൻ്റെ വിദ്യാർത്ഥികൾക്ക് പകർത്താനും മാതൃകയാക്കാനും പറ്റുന്ന രീതിയിലുള്ള പെരുമാറ്റവും എല്ലാം ഉസ്താദിൻ്റെ ആ ഒരു ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഉസ്താദിനെ പിന്നെയും വായിക്കണം, കേൾക്കണം, അറിയണം, പഠിക്കണം എന്നൊക്കെയാണ് ഏതൊരാൾക്കും ഉണ്ടാകുന്നത്. ആ ഒരു രീതിയിലേക്കാണ് ഉസ്താദിൻ്റെ ഒരു ജീവിതം നാം മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാഹു തആല പ്രിയപ്പെട്ട ഉസ്താദിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഉസ്താദിൻ്റെ അല്പകാലമൊക്കെ രോഗിയായി കഴിഞ്ഞെങ്കിൽ പോലും നല്ല ദിവസത്തിൽ വെള്ളിയാഴ്ച രാത്രി മരണപ്പെടാനും വെള്ളിയാഴ്ച പകൽ ജുമുഅക്ക് മുമ്പ് ഖബറടക്കപ്പെടാനും ഉസ്താദിന് കിട്ടിയിട്ടുള്ള ഭാഗ്യം വലിയൊരു ഭാഗ്യം. ഒരുപാട് പണ്ഡിതന്മാരുടെ, ഉസ്താദുമാരുടെ, സാദാത്തുക്കളുടെ ദുആവും നിസ്കാരവും എല്ലാം ലഭിക്കാൻ വലിയൊരു ഭാഗ്യമാണ് ഉസ്താദിനുണ്ടായിട്ടുള്ളത്. അല്ലാഹു തആല പ്രിയപ്പെട്ട അലിക്കുട്ടി ഉസ്താദിനെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. എത്ര പറഞ്ഞാലും തീരാത്ത ഒരു വലിയ ഒരു പുസ്തകമാണ് ഉസ്താദ് എന്ന് ഒരിക്കൽ കൂടെ പറയുന്നു. അള്ളാഹു ഉസ്താദിനെ നാളെ സ്വർഗത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ഒരു ഫാത്തിയെങ്കിലും ഉസ്താദിൻ്റെ ഹദറത്തിലേക്ക് ഈ വീഡിയോ കേൾക്കുന്നവർ ചെയ്യണമെന്ന് വിനയത്തോടെ അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.